നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ വരുന്ന വലിയ ഷിഫ്റ്റ് അതെന്തൊക്കെയാണ്, പൊതുവെ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് ആർക്കാണ് എലിജിബിൾ ആവുക, ആ അവസരങ്ങൾ എങ്ങനെ നേടാൻ കഴിയും, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടുമായിട്ട് സംവദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ കൺസൾട്ടൻറ്റുമായി, മാര ഏജൻറ്റുമായിട്ട് ഈ കാര്യങ്ങൾ സംവദിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള മൈഗ്രേഷൻ അവസരങ്ങൾ, അല്ലെങ്കിൽ വിദേശ പഠന അവസരങ്ങൾ, നാട്ടിലെ തൊഴിലവസരങ്ങൾ, വിദേശ തൊഴിലവസരങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമൊക്കെ ആയി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ മാത്യൂസ് ഡേവിഡ്. മാത്യൂസ് ഡേവിഡിനെ ഒരുപക്ഷെ ചിലർക്കെങ്കിലും പരിചയം കാണുമായിരിക്കും. മുൻപും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ വീഡിയോയിലൂടെ തന്നെ ഒട്ടനവധി ആളുകൾ ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷനിലേക്കൊക്കെ എത്തുവാനും അതിലൂടെ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആകുവാനും ഒക്കെ കഴിയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, അദ്ദേഹത്തെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. അദ്ദേഹം ഒരു മാര രജിസ്റ്റേർഡ് ഏജൻ്റാണ്. മാര രജിസ്റ്റേർഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റാണ്. എന്ന് മാത്രവുമല്ല, അസറ്റ് മൈഗ്രേഷൻ എന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു മിത്സും ഫാക്ട്സും ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അടൂരുകാരനാണ്, മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ, അദ്ദേഹവുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത്, ഈ ഓരോ വർഷവും ഓസ്ട്രേലിയയിൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? എല്ലാ ജൂലൈയിലും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈ, ഓസ്ട്രേലിയയിൽ ജൂലൈയിലാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഡ്ജറ്റ് നടക്കും. ബഡ്ജറ്റിലാണ് ഈ എത്ര സീറ്റ് അലോക്കേറ്റ് ചെയ്യും, എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരിക എന്നുള്ളത്. എത്ര സീറ്റ് എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ എത്ര കൊണ്ടുവരുന്നത്. അപ്പം ഈ വർഷം അത് ഫോർകാസ്റ്റ് താഴേക്കാണ്, ലൈക്ക് അവർ കുറയ്ക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എല്ലായിടത്തും ഇപ്പൊ കാനഡയിലും ഒക്കെ നമ്പേഴ്സ് കുറവായി വരികയാണ്. അപ്പൊ അടുത്ത 3 വർഷത്തേക്ക് അവരുടെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഈ കറന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ സ്റ്റുഡന്റ് വിസ അവർ കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആക്കി. സ്റ്റുഡന്റ് വിസയിലും നമ്മളൊരു എക്സ്പെക്ട് ചെയ്തൊരു 30% ഓഫ് ഫോൾ ഈ വർഷം ഉണ്ടാകും. അത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ നന്നായി അഫക്റ്റ് ചെയ്യും. സോ ഒരു എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെറിറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനല്ലാതെ ഇനി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസ് വളരെ പ്രയാസമാണ്. പിന്നീടുള്ള ഒരു ചേഞ്ച്, ഈ പല നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സ്റ്റുഡന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുണ്ടായിരുന്നു. ഈ ജൂലൈ 1 മുതൽ അത് നിർത്തലാക്കുകയാണ്. ഓരോ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ട് അവരെ സ്റ്റേ ബാക്ക് പീരീഡിൽ നിന്ന് അടുത്ത വിസയിലേക്ക് അപ്ഡേറ്റ്, ലൈക്ക് അടുത്ത സ്റ്റുഡന്റ് വിസയിലേക്ക് പോകുന്ന പ്രവണത ഉണ്ടായിരുന്നു. അതിനും ഈ ജൂലൈ 1 മുതൽ ഒരു തീർപ്പാക്കൽ നടത്തി. ഇനി മുതൽ അങ്ങനെയും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ മൊത്തത്തിൽ ഒരു ടൈറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഗവൺമെന്റ് കാണുന്നത്. അപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് അടഞ്ഞിട്ടില്ല. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പഴയ ഒരു ഫ്ലോയിൽ കുറച്ച് തടസ്സം വരും. ഓക്കെ, അപ്പൊ നമുക്ക് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഒരുപക്ഷെ ഈ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. ഓക്കെ, മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പൊതുവെ ഉള്ള ഒരു എലിജിബിലിറ്റി, ഒത്തിരി ആളുകൾ എന്നെ കോൺടാക്ട് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ട് പലരും കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ ഓസ്ട്രേലിയയിൽ മൈഗ്രേഷൻ പോകണമെന്ന്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയത്തില്ല. അപ്പോൾ ഒരു പൊതുവേ ഉള്ള ഒരു എലിജിബിലിറ്റി അതൊന്ന് സൂചിപ്പിക്കാമോ? ഈ ഓസ്ട്രേലിയക്ക് ഒക്കുപേഷൻ ലിസ്റ്റ് ഉണ്ട്. ലൈക്ക് എല്ലാ വർഷവും പുതുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പുതിയ ഒക്കുപേഷൻസ് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നാഷണൽ ലിസ്റ്റ്, ഒരു 3-4 ഓക്കുപേഷൻ ലിസ്റ്റ് ഉണ്ട്. അത് ഓൺലൈനിൽ പരിശോധിക്കാവുന്നതാണ്. എന്നാലും ഒരു അറിവിന് വേണ്ടി ചില ഏരിയാസ് ഒന്ന് സൂചിപ്പിക്കാം.
ഹൈ ഡിമാൻഡ് ഉള്ളത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് ആണ്. ഹെൽത്ത് കെയർ പൊതുവെ അല്ലേ, അലൈഡ് ഹെൽത്ത് ഡോക്ടേഴ്സ് എല്ലാം തന്നെ ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഡെന്റിസ്ട്രി ഉണ്ട്. ശരി. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഓഡിയോളജി, സ്പീച്ച് പതോളജി, സോഷ്യൽ വർക്കേഴ്സ് ക്വൈറ്റ് കോമൺ ആണ്. പിന്നെ IT, എഞ്ചിനീയറിംഗ്, ട്രേഡ് ഒക്കുപേഷൻസ്, അങ്ങനെ ഒത്തിരി ഒരു 400ഓളം ഒക്കുപേഷൻസ് നമ്മുടെ ടോട്ടൽ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഒന്ന് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു എലിജിബിലിറ്റിയുടെ ഒരു ഫസ്റ്റ് പോയിന്റ് മീറ്റ് ചെയ്തു. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏജ് ആണ്. നമുക്ക് 45 വയസ്സ് കഴിഞ്ഞാൽ ഡയറക്റ്റ് മൈഗ്രേഷൻ പോസിബിൾ അല്ല. അപ്പൊ ഈ ഒരു പോയിന്റ് ബേസ്ഡ് ആണ് ഈ കാര്യങ്ങൾ. ഇതിനുള്ളിലായിരിക്കണം ഏജ്. പിന്നെ അവര് നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസമുണ്ട്. ഈ ഏജിൽ തന്നെ 45 താഴെയാണോ എന്ന് പറഞ്ഞു. ഏറ്റവും മിനിമം എത്ര ഏജ് വരെ? മിനിമം ആര് പറഞ്ഞിട്ടില്ല, പക്ഷെ 18 വയസ്സിന് ശേഷം നമുക്ക് നടക്കാം. പക്ഷെ ഇതിന് പോയിന്റ് വളരെ 25 വയസ്സ് വരെ 25 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 25 മുതൽ 33 വയസ്സ് വരെ 30 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഐഡിയൽ ടൈം 25 മുതൽ 35 ഇടയിലാണ്. 33 അല്ലെങ്കിൽ 39 ആകുമ്പോഴും 25 പോയിന്റ്. സോ ഇന്ത്യയിൽ നിന്ന് നമുക്ക് പൊതുവെ കാണുന്നത് 25 മുതൽ 39 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഐഡിയലി വരാൻ സാധ്യത. ശരി, ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒക്യുപേഷൻ ലിസ്റ്റിൽ ആയിരിക്കണം. രണ്ട് ഐഡിയൽ ഏജ് സൂചിപ്പിച്ചു. ഓക്കെ. ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് ഇല്ലാതെ IELTS ഇല്ലാതെ ഓസ്ട്രേലിയക്ക് വരാൻ പറ്റില്ല. പല അഡ്വർടൈസ്മെന്റ് ഇവിടെ കാണാം, IELTS ഇല്ലാതെ വെയർ ഹൗസ് സൂപ്പർവൈസർ ആയിട്ട് കൊണ്ടുപോകും. അങ്ങനെയൊന്നും ഓസ്ട്രേലിയയിൽ നടക്കില്ല. IELTS മാൻഡേറ്ററി ആണ്. അപ്പൊ IELTS പോയിന്റ് ഉണ്ട്. നിങ്ങളൊരു 7777, അതായത് ഒരു പ്രൊഫഷണൽ സ്കോർ ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 പോയിന്റ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ 8 ആണെങ്കിൽ എല്ലാത്തിനും 8 ഇക്വലന്റ് ആണ്. PT അല്ലെങ്കിൽ 79 ഇക്വലന്റ് ആണെങ്കിൽ നമുക്കൊരു 20 പോയിന്റ്സ് കിട്ടും. മിനിമം 7 എങ്കിലും വേണം പൊതുവെ. 6 എലിജിബിൾ ആണ്, പക്ഷെ 7 ഉണ്ടായാലാണ് പോയിന്റ് ഉണ്ടാവുക. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ബാച്ചിലേഴ്സ് മതിയോ? അതെങ്ങനെയാണ്? അത് ഡിപ്ലോമ മുതൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഒക്കുപേഷൻ. ഇപ്പം ഒരു ഷെഫിനൊക്കെ ആണെങ്കിൽ ഡിപ്ലോമയോ അതിൽ താഴെയുള്ള ക്വാളിഫിക്കേഷനും മതി. അതേസമയം ഒരു ഹോട്ടൽ മാനേജറിനാണെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രി നിർബന്ധമാണ്. ശരി, അങ്ങനെ സോഷ്യൽ വർക്കറിന് മിനിമം ബാച്ചിലർ ഡിഗ്രി റിക്വയർഡ് ആണ്. സോ അതുപോലെ അങ്ങനെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒക്കുപേഷൻ. പിന്നെ പോയിന്റിൽ വരുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ്. ഇപ്പൊ ഇന്ത്യയിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പോയിന്റ് ഒന്നുമില്ല. 3 പ്ലസ് ഉണ്ടെങ്കിൽ 3 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ 5 പോയിന്റ് കിട്ടും. 5 വർഷം ഉണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. 8 വർഷമാണെങ്കിൽ 15 പോയിന്റ്. സോ ഇങ്ങനെ ഓരോന്നിന്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു 65 പോയിന്റ് മീറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനൊരു എലിജിബിലിറ്റി 65 പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ എലിജിബിലിറ്റി മീറ്റ് ചെയ്തു. പക്ഷെ എന്നോർത്ത് കിട്ടണമെന്നില്ല. ഇല്ല, 65 പോയിന്റിൽ പല ഒക്കുപേഷൻസും കിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ പല ഏജൻസികളും 65 പോയിന്റ് PR നടക്കും എന്ന് പറഞ്ഞ് മേടിക്കാറുണ്ട്. പക്ഷെ പല ഒക്കുപേഷൻസ് അൺഫോർച്ചുനേറ്റ്ലി 65 പോയിന്റ് ഇൻവിറ്റേഷൻ വരില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് അക്കൗണ്ടന്റ്, നമുക്ക് ഒരു 95 പോയിന്റ് ഇല്ലാതെ നമുക്ക് അത് ചിന്തിക്കാൻ കൂടി പറ്റുന്ന. ഓക്കെ. അപ്പോൾ അതാണ് എലിജിബിലിറ്റി. അപ്പോൾ അത് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മിനിമം ഒരു 3 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസിന്റെ പോയിന്റ് കിട്ടത്തുള്ളൂ. അതുപോലെ ഏജ് സൂചിപ്പിച്ചു, ഒരു 25 to 39 ആണ് പ്രിഫേർഡ് ഏജ്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് IELTS. അതേപോലെ ഒരു കാര്യമാണ് ഈ മാരേജിന്റെ ആ സ്റ്റാറ്റസ്, അതെങ്ങനെയായിരിക്കും? സിംഗിൾ ആണെങ്കിൽ ഓസ്ട്രേലിയ സ്റ്റിൽ ഒരു 10 പോയിന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാരീഡ് അല്ലെങ്കിൽ അത് അഡീഷണൽ 10 പോയിന്റ്സ് കിട്ടും. ഡിവോഴ്സ്ഡ് ആണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും ആ പോയിന്റിന് എലിജിബിൾ ആണ് ഓസ്ട്രേലിയൻ കോണ്ടെക്സ്റ്റിൽ. ശരി. ഇനിയും പാർട്ട്ണർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളാണെങ്കിൽ വധുവിന് ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫിന് സ്പൗസിന് അത് നമുക്ക് അവർക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ 6 ഉണ്ടെങ്കിൽ 5 പോയിന്റ് കിട്ടും. അവർക്ക് ഒരു സ്കിൽ അസസ്മെന്റ് ഉണ്ടെങ്കിൽ അഡീഷണൽ 5 പോയിന്റ് കിട്ടും. ഈ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ഒക്കുപേഷനും അവിടെ ഒരു പീക്ക് ബോഡി ഉണ്ട് ഓസ്ട്രേലിയയിൽ. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ എക്സ്പീരിയൻസും ഓസ്ട്രേലിയക്ക് തത്തുല്യമാണെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു പേപ്പർ വർക്കാണ് സ്കിൽ അസസ്മെന്റ്. അത് കിട്ടി, അത് ഈ മെയിൻ ആപ്ലിക്കന്റിന് ഉണ്ടാവണം, എന്നാലാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിൽ അസസ്മെന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് മിനിമം 75 പോയിന്റ്സ് അല്ല 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ എലിജിബിൾ ആവും. പക്ഷെ അതോർത്ത് കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ. പക്ഷേ ചില ഒക്കുപേഷൻസ് 65 പോയിന്റിൽ ഇൻവിറ്റേഷൻ വരാറുണ്ട്. ശരി, ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്കൊരു പോയിന്റ്സ് ഉണ്ട്, 65 ഉണ്ട്. വാട്ട് നെക്സ്റ്റ്? അവർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും? സോ അവരോട് നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. അവർക്ക് ഇൻട്രസ്റ്റ് ആണോ? ഇത് ടൈം ടേക്കിംഗ് പ്രോസസ്. ഇന്ന് പൈസ തന്ന അല്ലെങ്കിൽ നാളെ
ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 months പോകുന്ന കേസ് അല്ല. ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 2 years. മൈഗ്രേഷൻ ഇസ് എ ലോങ് ജേർണി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കമ്മിറ്റഡ് ആണോ എന്ന് നോക്കും. ഇൻ ബിറ്റ്വീൻ പോകാൻ പാടില്ല വൺസ് തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. സ്കിൽ അസസ്മെന്റ് കിട്ടിയ ശേഷം നമ്മൾ എക്സ്പ്രഷൻസ് ഓസ്ട്രേലിയയുടെ എല്ലാ സ്റ്റേറ്റിനും കൊടുക്കാറുണ്ട്, പല വിസയ്ക്കും കൊടുക്കാറുണ്ട്. അതേപോലെ ഏറ്റവും നല്ല വിസ 189 അവർ എലിജിബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. അത് കീപ്പ് ഓൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പലരും EO ഇട്ടിട്ട് ജസ്റ്റ് വർഷങ്ങളോളം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും, അവർക്ക് കിട്ടണമെന്നില്ല. പല റൂൾസും ചേഞ്ച് ആവും. EO അല്ലാതെ തന്നെ ROI ഉണ്ട്, പിന്നെ മെട്രിക്സ് ഉള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, ജോബ് ഓഫർ കിട്ടേണ്ട സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ പല രീതിയിൽ നമ്മൾ കീപ്പ് ഓൺ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സർട്ടൻ ടൈമിനുള്ളിൽ ഇൻവിറ്റേഷൻ വരും. അപ്ലൈ ദ വിസ ആൻഡ് വെയിറ്റ് ഫോർ ദ വിസ. അപ്പം ഒരു 6 months അല്ലെങ്കിൽ 1 year ഒന്നും കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മിനിമം എങ്കിലും 1 year എങ്കിലും തരണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഓക്കെ, രണ്ടാമത് എൻ്റെ ഒരു ചോദ്യം, ഇപ്പൊ ഇതിനകത്ത് നമ്മളുടെ ഈ അസറ്റ് മൈഗ്രേഷൻ അല്ലെ, നിങ്ങൾ എന്ത് റോളായിരിക്കും ഇതിനകത്ത് പ്ലേ ചെയ്യുക? നിങ്ങൾക്ക് അത് അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഓസ്ട്രേലിയൻ ബേസ്ഡ് ഫേമാണ്. നമുക്ക് 4 ഓഫീസസ് ഓസ്ട്രേലിയയുടെ മെയിൻ സിറ്റീസിലെല്ലാം ഉണ്ട്. ഇൻഫാക്ട് ഓസ്ട്രേലിയയിലെ ബിഗസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫേമാണ്. ഇനി കേരളത്തിലെ ബിഗസ്റ്റ് ഫേമാണ് ഈവൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ. കേരളത്തിലെ കൊച്ചിയിലാണ് ഓഫീസ് ഉള്ളത്. ട്രിവാൻഡ്രത്ത് നമ്മൾ കഴിഞ്ഞ വീക്ക് ഓപ്പൺ ആക്കി. ട്രിവാൻഡ്രം കൊച്ചിയും 2 ഓഫീസസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ 2 ഓഫീസസേ ഉള്ളൂ ഇവിടെ. പിന്നെ നമുക്ക് ദുബായിലുണ്ട്, കുവൈറ്റിലുണ്ട്, സാംബിയ ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയയിൽ 4 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് മൈഗ്രേഷന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒരുപക്ഷെ അവരുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്തെയും കൊച്ചിയിലെയും അല്ലെങ്കിൽ ദുബായിലെയും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഈവൻ മാത്യൂസിൻ്റെ ടീമും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനി എനിക്കറിയേണ്ടത്, ഓക്കെ, അപ്പം ഇതിന് ഒരു എന്ത് എക്സ്പെൻസ് വരും അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം, കാരണം പലർക്കും താല്പര്യമുള്ള കാര്യമാണ്. സ്കിൽ അസസ്മെന്റ് ഡിപ്പെൻഡ്സ് ആണ്. ഒരു IT എഞ്ചിനീയർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻസിന് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഒരു 75,000 രൂപയോളം ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി ചാർജ് ചെയ്യുന്നു. പണ്ട് ഒരു 25,000 രൂപയുള്ളത് അവർ ഈയിടെയായിട്ട് കൂട്ടി. ഈ സ്കിൽ അസസ്മെന്റ് അതായത് ഏജൻസികൾ അത് ഒന്നാണ് ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഓസ്ട്രേലിയ. അതിന്റെ എമൗണ്ട് സെയിം ആണോ? ACSന് ഒരു 45,000, അല്ല സോറി, എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിന് 45,000 രൂപ വരും. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് കോമൺ ആയിട്ട് ഇപ്പൊ വരുന്ന ഒരു പ്രൊഫഷനാണ്. അവർക്ക് ഓസ്ട്രേലിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കർ അത് അവർക്ക് 1,00,000 മേളിലാവും അവരുടെ അസസ്മെന്റ് ഫീ. ഡിപ്പെൻഡ്സ് ഓൺ അസോസിയേഷൻസ് ആണ്. ശരി, അപ്പോൾ സ്കിൽ അസസ്മെന്റ് എക്സ്പെൻസസ് വരും. പിന്നെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് വിസയുടെ എക്സ്പെൻസസ്. ഇപ്പം നമ്മളൊരു 4 പേരടങ്ങുന്ന കുടുംബം എടുത്തു, ഇത് ഒരു കുടുംബത്തിന് മൊത്തത്തിലാണ്. ഒരാൾ എലിജിബിൾ ആണെങ്കിലും കുടുംബം എല്ലാം കൂടെ ഒന്നിച്ച് എല്ലാവർക്കും ഒരേപോലെ PR കിട്ടുന്നത്. സോ മെയിൻ ആൾക്ക് ആരാണോ മെയിൻ ആപ്ലിക്കന്റ് അവർക്ക് $4,600, അതായത് 2,30,000-40,000 രൂപ വരും ഇന്ത്യൻ മണി മെയിൻ ആപ്ലിക്കന്റ്. പിന്നെ സ്പൗസ് അതിന് നേരെ പകുതി, അപ്പൊ അത് 1,20,000 കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് അതിന്റെ പകുതി, അപ്പൊ 70,000 ആ റേഞ്ചിൽ വരും. അതാണ് 18 വയസ്സിന് മേലുള്ള കുട്ടി ഉണ്ടെങ്കിൽ അത് മറ്റേ ഫാക്ടറാണ്. 23 വയസ്സിന് ശേഷം കുട്ടികൾ ഡിപ്പെൻഡന്റ് ആവാൻ സാധിക്കില്ല. 18 മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പേരൻസിനൊപ്പം വരാൻ സാധിക്കും. പിന്നുള്ളത് ഞങ്ങളുടെ ഫീസാണ്. ഞങ്ങളുടെ ഫീസ് അഡ്വർടൈസ്ഡ് ഫീസാണ്, അതിനകത്ത് അങ്ങനെ ഒരു ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ ഓസ്ട്രേലിയൻ രൂപ അനുസരിച്ച് $3,000 to 3,500. ഇവിടുത്തെ ഏകദേശം 1,00,000 to 1,50,000 രൂപ വരും. അതിന്റെ മേളിലേക്ക് നമുക്ക് ഫീസ് ഇല്ല. അത് ഇതിന്റെ ഓൾ ഫീസ് നമ്മുടെ ഇമിഗ്രേഷൻ ഏജന്റ് അതോറിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന പൈസയാണ്, അതിനപ്പുറത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സ്കിൽ അസസ്മെന്റ്, രണ്ടാമത് വിസ എക്സ്പെൻസസ്, മൂന്നാമത് നമ്മുടെ ഈ അസറ്റിന്റെ ഒരു സർവീസ് ചാർജ്, അങ്ങനത്തെയുള്ള ചാർജസ്. ഓക്കെ, എങ്കിലും ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അവർക്ക് മൈഗ്രേഷന് താല്പര്യമുണ്ട്, പക്ഷെ അവർ ഷുവർ അല്ല അവർക്ക് ഈ മിനിമം ഈ 65 പോയിന്റ്സ് എങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ അവർക്ക് എത്ര പോയിന്റ്സ് കിട്ടും. അപ്പോൾ അവരുടെ ഒരു ഫയൽ ഒന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ടോ, എങ്ങനെയായിരിക്കും? ഇനീഷ്യലി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ബേസിക് എലിജിബിലിറ്റിക്ക് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണ് എല്ലാ ക്ലയൻസും വരുന്നത്. അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് ടീം തന്നെ അവർക്ക് സ്കോർസ് എല്ലാം കാണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ്, അതിനുശേഷം നമ്മൾ കേസ് എടുക്കത്തുള്ളൂ. അപ്പോൾ അവർ
പൂർണ്ണമായിട്ടും എലിജിബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കേസ് എടുക്കാൻ ലീഗലി ഓസ്ട്രേലിയൻ അനുവാദമുള്ളൂ. നമുക്കൊരു പ്രോസ്പെക്റ്റീവ് അല്ലാത്ത ക്ലയന്റിനെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈസൻസിനെ ബാധിക്കും. അപ്പം തന്നെ എനിക്ക് ചോദിക്കേണ്ടത്, ഇപ്പം മാത്യൂസ് ഒരു മാര ഏജന്റ് ആണ്, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് തന്നെ മൈഗ്രേഷൻ കൺസൾട്ടന്റ് ആണ്. ഓക്കെ, അത് എന്താണ് അങ്ങനെയുള്ള ഒരു എന്താണ് ആ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ, അതെന്താണ്, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? ഈ നമ്മുടെ ഇമിഗ്രേഷൻ അവിടെ ലോയുടെ അണ്ടറിലാണ്. ഇമിഗ്രേഷൻ ഈസ് എ ലോ ദയർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ ലോ കോഴ്സ് പാസ് ആവണം. ശരി. സോ ഞാൻ 2017 ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേഷൻ ലോയിൽ പാസ് ഔട്ട് ആയി. അതിനുശേഷമാണ് നമുക്ക് ഇതിന്റെ ലൈസൻസ് കിട്ടുന്നത്. പിന്നെ കോമ്പറ്റീറ്റീവ് എക്സാം ഇപ്പോഴുണ്ട്. എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലൈസൻസ്. എനിക്ക് തോന്നുന്നു മലയാളികളായിട്ട് ഒരു 10 പേര് മാക്സിമം ഉണ്ടാവുള്ളൂ ഈ ഒരു ഏരിയയിൽ. അപ്പൊ അതുപോലുള്ള ആൾക്കാർക്ക് കേരളത്തിൽ ഓഫീസ് കൂടി വന്ന 2-3 പേർക്ക്, എന്റെ അറിവിൽ 3 അല്ലെങ്കിൽ 4 പേർക്ക് ഉണ്ടാവും കൊച്ചിയിലൊക്കെ ഓഫീസ്. അതിനപ്പുറത്തേക്ക് ഓഫീസില്ല. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴുള്ള പേര് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ കോച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. ഇമിഗ്രേഷൻ ലോ നമ്മൾ പഠിച്ച ആൾക്കാരാണ്. എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് CPD വഴി എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ ഞങ്ങളുടെ പീക്ക് ബോഡി മൈഗ്രേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെ എന്റെ സ്റ്റേറ്റിന്റെ ചാപ്റ്റർ സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഈ പ്രോസസ്സിലെല്ലാം ഇൻവോൾവ് ആണ്. അവരുടെ ചേഞ്ചസ് പോളിസിയിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആണ്. സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മളെ സെലക്ട് ചെയ്തില്ലേ, ഓസ്ട്രേലിയ ആണ് ഡ്രീം, കാനഡ ആണ് ഡ്രീം എന്നുണ്ടെങ്കിൽ അതാത് രാജ്യങ്ങളുള്ള രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ പ്രാക്ടീഷണേഴ്സ് വഴി മാത്രമേ പോകാൻ പാടുള്ളൂ. പലപ്പോഴും ചിന്തിക്കുക ഓസ്ട്രേലിയയിൽ വഴി പോയി കഴിഞ്ഞാൽ ഒത്തിരി പൈസയാകും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ സർവേയില് ഞങ്ങളെക്കാട്ടിലും കൂടുതലാണ് ലോക്കലായിട്ടുള്ള ഏജൻസ്. 1.5 ലക്ഷം എന്നൊക്കെ പറയുന്നവർക്ക് ഒന്നും ഇല്ലാത്ത 4-5 ലക്ഷം രൂപ മേടിച്ച് പറ്റിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, നമ്മുടെ ഈ അസറ്റ് മൈഗ്രേഷൻ ഈ ഒരു കമ്പനിക്ക് ബാക്കി ഈ മേഖലയിലെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം അവർ ഈ അസറ്റ് മൈഗ്രേഷൻ ഓപ്റ്റ് ചെയ്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഓഫ് കോഴ്സ് ഒരു ബെനിഫിറ്റ് പറഞ്ഞു, മാര ഏജൻസ്. നിങ്ങൾ നമ്മുടെ ടീമിൽ എത്ര മാര ഏജൻസ് ഉണ്ട്? നമുക്ക് ബെനിഫിറ്റ് പറയാൻ വന്നത് നമുക്ക് 5 മാര ഏജൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും 1000 ഫയൽ കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫയൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഏജൻസ് കൂടും. സോ ഞങ്ങൾ അതിൽ 3-4 പേര് ഇന്ത്യൻസ് ആണ്, ഒരാൾ ഫ്രം ഫിലിപ്പൈൻസ്. അതിൽ 3 പേര് മലയാളികളുമാണ്. നമ്മുടെ മലയാളി ക്ലയൻസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യും ഞങ്ങളുടെ ഫയൽസ് റിവ്യൂ ചെയ്യാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം മറ്റുള്ള പല കോമ്പറ്റീറ്റേഴ്സിനും ഒരാളൊക്കെ കാണുള്ളൂ. അദ്ദേഹവും അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിലും ഇത്രയും ഫയൽസ് ഒന്നും അവർക്ക് ഒരിക്കലും പ്രോസസ് ചെയ്യാൻ സാധിക്കില്ല. അവർ കാണുന്നതോടെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ്, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കൊരു കാര്യം കൂടി അറിയാനായിട്ടുള്ളത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾറെഡി ജൂലൈയിലാണ് അവിടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനിയും വരാനായിട്ട് പോകുന്ന ചേഞ്ചസ് അല്ലെ അപ്ഡേറ്റ്സ് അതൊന്ന് സൂചിപ്പിക്കാമോ? സോ നിങ്ങൾ പലർക്കും ഈ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഫോളോ ചെയ്യുന്നവർക്കും ആസ്പിറൻസിനും അവർക്ക് അറിയാം കുറച്ച് ടൈറ്റ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് കുറച്ച് ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ശരി, അത് ഒരു പൊളിറ്റിക്കൽ പ്രഷറാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ വിലക്കയറ്റം, ഈ പ്രത്യേകിച്ച് ഭൂമി വീടുകളുടെ വില കൂടിയപ്പം അവിടെ നാച്ചുറലി ആൾക്കാർ പറഞ്ഞത് എല്ലാം മൈഗ്രേഷൻ ശേഷമാണ്, അവിടെ എല്ലാവരും വന്ന ശേഷം നമുക്ക് വീട് കിട്ടാനില്ല എന്നുള്ളത് വന്നപ്പം അവർക്ക് പൊളിറ്റിക്കലി പ്രഷർ വന്നതിന്റെ ഭാഗമായിട്ട് ഒരു എക്സസൈസ് ആണ് ഇതിപ്പം. അതിൽ 3 വർഷത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത് സർട്ടൻ പെർസെന്റേജ് കുറയ്ക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. എസ്പെഷ്യലി നമ്മൾ പോകുന്ന സെക്ടേഴ്സ് അവിടെ ഹൈ ഡിമാൻഡാ, അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. നഴ്സസിനെ അവർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അലൈഡ് ഹെൽത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മൈനിങ് എഞ്ചിനീയറിംഗ്, ഫിസിയോ വരുന്നുണ്ട്, ഒക്കുപേഷണൽ തെറാപ്പി വരുന്നുണ്ട്, ഫാർമസിസ്റ്റ് വരുന്നുണ്ട്, സ്പീച്ച് ഓഡിയോളജി വരുന്നുണ്ട്. ഇൻഫാക്ട് ഫാർമസി ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഫാർമസി എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് ഭയങ്കര ഷോർട്ടേജ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒത്തിരി പേര് ക്യാപ്സിന്റെ എക്സാം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഉള്ള ടൗൺസിൽ ഇപ്പൊ എല്ലാ ഫാർമസിയിലും ഇന്റേൺസ് മലയാളി ഫാർമസിസ്റ്റുകളായി. പക്ഷെ അതിന്റെ ഒരു ത്രെട്ട് എന്താന്ന് വെച്ചാൽ ഇനിയും അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ഈ വർഷം കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെയും ഈ ക്യാപ്സിന്റെ എക്സാം അതൊരു
ഒരു ബിസിനസ് ആക്കി എടുത്ത് പലരും നടത്തുന്നുണ്ട്. അപ്പൊ ഇനി അത് എത്രത്തോളം ക്യാപ്സ് ക്ലിയർ ചെയ്യുന്നവർക്ക് ഈ വർഷം കൂടെ നടന്നേക്കും. നമ്മുടെ കാൻഡിഡേറ്റ്സ് 4-5 പേര് ഇനിയും കിട്ടാനുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഇനി ഫ്യൂച്ചർ അറിയില്ല. പക്ഷെ അത് ഒരു ഭയങ്കര കൺസേണിംഗ് ഫാക്ടറാണ്. ഇനി ക്യാപ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള ഷോർട്ടേജ് അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ചില മെയ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞ പുതിയ ചില ഓപ്പർച്യൂണിറ്റി അതിനെ കുറിച്ചൊന്ന് പറയാം. സോ ആദ്യമായിട്ട് ഇന്ത്യ ഒരു വികസിത രാജ്യവുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. നമ്മുടെ 2022 ഡിസംബറിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഓസ്ട്രേലിയ ഗവൺമെന്റ് നമ്മളത് കൊച്ചിയിൽ നമ്മളാണ് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സിഗ്നേറ്ററിയുടെ ഭാഗമായിട്ട് ഇന്ത്യയും ഉഭയകക്ഷി ബന്ധങ്ങൾ വളരെ കൂടി. അതിൽ ഇമിഗ്രേഷനിൽ 3 തരത്തിലുള്ള ഗുണമാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഒന്നാമത്തെ ഗുണം മെയ്റ്റ്സ് എന്ന് പറഞ്ഞ സാർ പറഞ്ഞ പോലെ ഏർലി ആയിട്ടുള്ള കരിയർ, നമ്മുടെ ഒരു സർട്ടൻ ന്യൂലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സർട്ടൻ ഏരിയാസിലുള്ള ഹൈലി എഫിഷ്യന്റ് ഗ്രാജുവേറ്റ്സിന് ഒരു 3000 പേർക്ക് ഓസ്ട്രേലിയ 2 വർഷത്തെ വിസയോളം, ഒരു വർഷം 2 വർഷം ഒന്നും വിട്ടുപോയി അതിനുള്ള വിസ നൽകും. അത് മെയിനായിട്ട് അഗ്രി, IT, ഫിൻടെക്, AI അങ്ങനെയുള്ള കുറച്ച് ഒരു 7-8 ഏരിയസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രോസസിംഗ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. നവംബർ 1 അത് സ്റ്റാർട്ട് ചെയ്യും. സോ നവംബർ 1, 2024. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിനിമം ബാച്ചിലർ ഡിഗ്രി എങ്കിലും ആ കോർ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് കഴിഞ്ഞവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വിസ അത് സൈൻ ഓഫ് ചെയ്തു. അത് വന്നു. രണ്ടാമത്തേത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് വർക്കിംഗ് ഹോളിഡേ വിസ. ഓൾറെഡി വിദേശ രാജ്യങ്ങളിൽ എല്ലാം ഉണ്ട്, പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങോട്ടുണ്ട്. ഓസ്ട്രേലിയക്കും പല രാജ്യങ്ങളായിട്ടും കരാറുണ്ട്. വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ഹോളിഡേ ആസ്വദിക്കുക. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത് 3 മാസം നിന്ന് അവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുക, വേറെ സ്ഥലത്തേക്ക് റൂറലിലേക്ക് പിന്നെയും പോവുക. അങ്ങനെ ഇന്ത്യക്ക് ഒരു 1000 വിസയാണെന്ന് തോന്നുന്നു. അപ്പൊ അത് എത്ര കാലാവധിയിലേക്കായിരിക്കും ഈ വിസ? 1 വർഷമാണ്, പിന്നെയും പുതുക്കി അങ്ങനെ 3 പ്രാവശ്യം പുതുക്കുന്നതാണ് വിസ. പക്ഷെ അതും ഒരു നല്ല വിസയാണ്. ഇന്ത്യക്ക് അത് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു വിസയാണ്. 1000 ആണോ 2000 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പക്ഷേ ലോട്ടറി സിസ്റ്റം ആയിരിക്കും. കാരണം ഇതിന്റെ ഡിമാൻഡ് ഹൈ ആയതുകൊണ്ടും അതിന്റെ പേരിൽ തട്ടിപ്പിന് ഉടനെ വരാൻ സാധ്യതയുണ്ട്. കാരണം അത് ലോട്ടറി സിസ്റ്റമാണ്, എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന കേസുകൾ, പൈസ ഒന്നും കൊടുക്കേണ്ട കേസുകൾ. മൂന്നാമത്തെ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതിനുശേഷം എല്ലാവർക്കും അറിയാം, പഠിച്ചു കഴിയുമ്പോൾ എന്തായാലും 2 വർഷം സ്റ്റേ ബാക്ക്, മിനിമം ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ആണെങ്കിൽ ഒരു ഉറപ്പ് വരുത്തുന്നത്. അത് 3 വർഷമാക്കി ഈ ജൂലൈ മുതൽ തന്നെ പ്രാബല്യത്തിൽ. 1 വർഷം കൂടെ എക്സ്ട്രാ സ്റ്റേ ബാക്കും കൂടി കിട്ടും. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് 35 വയസ്സിൽ താഴെയുള്ള എല്ലാ സ്റ്റുഡന്റിനും 3 വർഷം കിട്ടും. അതൊരു മേജർ ഇന്ത്യക്ക് ഒരു വിൻ ആണ്. ശരി. അതല്ല ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ലഭ്യമായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് പറയാനായിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് കൂടി വന്നു എന്ന് കേട്ടായിരുന്നു അല്ലേ? അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കാമോ? നമുക്ക് ഈ ലാസ്റ്റ് വീക്ക് ഇൻവിറ്റേഷൻ റൗണ്ട് നടന്നു. ഓക്കെ. അതൊരു ഗവൺമെന്റിന്റെ ഒരു പോളിസി ഷിഫ്റ്റ്. ഞാനിപ്പോൾ 1-2 വീഡിയോയിലോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊരു വളരെ ക്ലിയർ പോളിസി ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ 65 പോയിന്റിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന നഴ്സിംഗിന്റെ ഒക്കുപേഷൻ ഒക്കെ 80-85 പോയിന്റ്സിലേക്ക് ഉയർന്നു. അതേസമയം ട്രേഡ് ഒക്കുപേഷൻസ് ഒക്കെ താഴേക്ക് വന്നു. ട്രേഡ് എന്ന് പറഞ്ഞാൽ പെയിന്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ താഴേക്ക് വന്നു. അപ്പൊ അതൊരു ക്ലിയർ ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പം അതിന്റെ ഒരു അർത്ഥം ഹെൽത്തും അലൈഡ് ഹെൽത്തും കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഏറെയുടെ ആ ഒരു ഡിമാൻഡ് ഇനിയും ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ബാക്കി അവർക്ക് നീഡായിട്ടുള്ള എല്ലാ ഒക്കുപേഷൻസിനും ഇപ്പോൾ ഇതിനകത്ത് എഞ്ചിനീയേഴ്സിന് ഇൻവിറ്റേഷൻ നന്നായിട്ട് വന്നു. പോയിന്റ്സ് ഹൈ ആണ്, പക്ഷേ ഇത് ഒരു റിഫ്ലക്ഷൻ ആണ് എന്താണ് അടുത്ത വർഷത്തേക്ക് പോകുന്നത്. അപ്പൊ ഇനിയും നഴ്സിംഗും അലൈഡ് ഹെൽത്തും അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സും ഹെൽത്തിന് മാത്രമായിരിക്കില്ല ഇൻവിറ്റേഷൻ. 189 ഡിവൈഡ് ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 189 കഴിഞ്ഞ വർഷത്തിനേക്കാളും പകുതിയാക്കിയാണ് 2024 സോ 189 വിൽ ബി എ കോമ്പറ്റേറ്റീവ് തിങ്സ് ദിസ് ഇയർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആസ്പിറൻസ് ആയുള്ളവരോട് മാക്സിമം പോയിന്റ് കൂട്ടുക. then your chance will be there. ശരി, ഓക്കെ. അപ്പം കൂടുതൽ ഇമിഗ്രേഷൻ, അത് ഓസ്ട്രേലിയ കാനഡ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുള്ള ഇമിഗ്രേഷൻ കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മാത്യൂസ് നമ്മളോട് സൂചിപ്പിച്ചത്. എനിവേ മാത്യൂസ്, താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ. അപ്പം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഈ 65 പോയിന്റ്സ് നിങ്ങൾ എലിജിബിൾ ആകുന്നുണ്ടോ, 65 പോയിന്റ്സ് നേടി നിങ്ങൾ എലിജിബിൾ ആകുന്നുണ്ടോ,
നിങ്ങളുടെ പോയിന്റ് കാൽക്കുലേഷൻ, ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ അസറ്റ് ഇമിഗ്രേഷൻ്റെ ടീമുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തെയും ദുബായിലെയും ഒക്കെ നമ്പേഴ്സ് ഞാൻ വീഡിയോയിൽ നൽകുന്നു. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കൂടി നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യും എന്നാണ് അവരെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതും വളരെ എന്താ പറയുക, വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഒരു അവസരം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർ ഈ മൈഗ്രേഷൻ തേടുന്നവരുണ്ടെങ്കിൽ ഈ ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.